എന്റെ ഏട്ടാ ഇത്? നിങ്ങൾ പറയുന്ന ഷോപ്പിൽ പോയില്ലെന്ന്, അവര് പറയുന്ന മുഹൂർത്ത സമയത്ത് എന്നെ വാങ്ങിക്കൊണ്ട് പോയെന്ന്. നിങ്ങൾ അവിടെ പോയിരുന്നെങ്കിൽ പിന്നെ കള്ളം പറയേണ്ട കാര്യം എന്താ? സോറി മീര, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതുകൊണ്ട് കള്ളം പറയേണ്ടി വന്നു. നീയും അപൂർവമായിട്ടീം പറഞ്ഞതുപോലെ ഞാൻ കടയിൽ പോയി താലിയും മാല എടുത്തിരുന്നു. പക്ഷേ അത് എവിടെയോ മിസ്സായി പോയി. നിങ്ങൾ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? ഐശ്വര്യമായിട്ട് കല്യാണത്തിന് വേണ്ടി വാങ്ങിയ താലി മിസ്സായി പോയെന്നോ? അതെന്തൊരു അപശകുനാണെന്ന് അറിയോ? ആ ജോൾസിന്റെ അടുത്ത് പോയി ഏട്ടത്തി മുഹൂർത്തം കുറിച്ച് പണീച്ചെടുത്ത ആ താലി കയ്യിൽ നിന്ന് മിസ്സായി പോയെന്നെങ്ങാനും ഏട്ടത്തി അറിഞ്ഞ? അതങ്ങനെ അവിടെ എവിടെയൊന്നും പോയതായിരിക്കില്ലമ്മേ. അതെവിടെ എത്തിക്കണമോ അവിടേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടാവും. മകളുടെ കല്യാണത്തിനായി പണിയിച്ചെടുത്ത താലി എത്ര ശ്രദ്ധയോടെയാണ് ഓരോ അച്ഛനമ്മമാരും സൂക്ഷിക്കുന്നത്. ഇത്ര സിമ്പിളായിട്ട് അത് പോയി എന്ന് പറയുന്ന അച്ഛൻ ആർക്കെങ്കിലും ഉണ്ടാവോ? ഇതെന്റെ വിധിയ. ഇന്ദു, ഈ നിമിഷം വരെ അത് പോയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. അതെങ്ങനെ പോകാതിരിക്കും അച്ഛാ? എനിക്ക് വന്ന ആലോചന അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇപ്പൊ എനിക്ക് വേണ്ടി ചെയ്ത താലിയും അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തു കാണും. എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങളുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സ് അവരോടൊപ്പമാണ്. ഇന്ദു, അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തി നന്നായിരുന്നാ ഞാനിങ്ങനെ സംസാരിക്കേണ്ടി വരുമോ? എന്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. എന്റെ കല്യാണം ആയതിന്റെ സന്തോഷം കുറച്ചെങ്കിലും ആ മുഖത്തുണ്ടോ നോക്ക്. ഇന്ദു, എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല മോളെ. നിനക്ക് വേണ്ടി നിനക്ക് ചേരുന്നൊരു നെക്ലസ് കൂടി ഞാൻ വാങ്ങിയിരുന്നു. എവിടെ എവിടെ അച്ഛാ? എവിടെ? എനിക്കൊന്ന് കാണിച്ചതാ. അതും ആ താലി പോയതിന്റെ കൂടെ നെക്ലസും കൂടി പോയതാ മോളെ. എന്തിനാ അച്ഛാ നിങ്ങൾ എന്നോട് ഇഷ്ടമുള്ളത് പോലെ അഭിനയിക്കുന്നത്? നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛന് നിന്നോടുള്ള സ്നേഹം അഭിനയാണെന്നാണോ നീ പറയുന്നേ? എന്താടാ നീ എന്തിനാ എപ്പോഴും ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നേ? എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ടോന്ന് നീ പറയ. എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴല്ല നിങ്ങളും അച്ഛമ്മയും എന്നെ വഴക്കു പറയുകയും തല്ലുകയും ചെയ്യുമായിരുന്നു അല്ലേ? ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് കരഞ്ഞു ചോദിക്കാറുണ്ട്, എന്തിനാ എന്തിനാ ഇങ്ങനെ ഒരു അച്ഛനെ എനിക്ക് തന്നതെന്ന്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ജനിച്ചപ്പോ തന്നെ എന്നെ അവസാനിപ്പിച്ചുകൂടായിരുന്നോ? ഇത്രയും കാലം എന്തിനാ എന്നെ വളർത്തിയത്? എന്താ നീ പറയുന്നേ? പറയേണ്ടി വന്നതാ അമ്മ, പറയേണ്ടി വന്നതാ. ഇദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കിയ പിന്നെ എനിക്ക് ഇദ്ദേഹത്തോടുള്ള ദേഷ്യം അറിയിക്കണ്ടേ? എല്ലാ കുട്ടികൾക്കും അച്ഛൻ എന്ന് പറഞ്ഞ ഹീറോ ആണ്. എനിക്ക് മാത്രം നിങ്ങൾ സീറോ ആണ്, സീറോ. തുടരുത്, എന്നെ തുടരുത്. നിങ്ങളെ പുലരച്ചൻ ആർക്കും ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്, ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത്. ഇന്ദു, നീ ഇങ്ങനെ കരയില്ലേ? കരയില്ല മോളെ. എന്തു പറ്റി ഇന്ദു?
ഇത് കണ്ടോ അമ്മാവ? അമ്മായി എനിക്ക് വേണ്ടി താലി വാങ്ങിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചിരുന്നു. അത് കളഞ്ഞു പോയിന്ന്. താലി പോയെന്നോ? എന്തൊരു മനുഷ്യനാണ് കൃഷ്ണപ്രസാദ് നിങ്ങൾ. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി പണിതെടുത്ത താലി കളഞ്ഞു കുളിച്ചെന്നോ? ഇതാണോ നിങ്ങളുടെ മകളോട് നിങ്ങൾക്കുള്ള സ്നേഹം? അപൂർവം നിങ്ങൾ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്നും വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്നും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതുകൊണ്ടാണ് നിശ്ചയത്തിന്റെ അന്ന് പോലും നിങ്ങൾ അച്ഛന്റെ സ്ഥാനത്തിരുത്താൻ ഇന്ദു സമ്മതിക്കാത്തത്. കോട്ടും സൂട്ടും ഇട്ട് നടന്നുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കുക കൃഷ്ണപ്രസാദ്. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം അറിയാത്ത നിങ്ങൾ എന്ത് മനുഷ്യനാണ്? എന്റെ അനുജത്തിയുടെ ഭർത്താവാണെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടാത്തത്. അതല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ നിങ്ങളെ പടിയിറക്കി വിട്ടേനെ. അല്ല, ഞാനൊന്ന് പറയാം. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന കാര്യത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇന്ദു, ഇങ്ങനെ കരയില്ലേ മോളെ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? കരയരുത്. വരൂ. ഏട്ടാ, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ ഏട്ടൻ പുറത്തേക്ക് എങ്ങാനും പോകുന്നുണ്ടോ? പോകുന്നില്ല. ഏട്ടന്റെ പരിചയക്കാർക്ക് എങ്ങാനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ ഇതൊക്കെ നീ ചോദിക്കുന്നത്? അല്ല, ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് കണ്ട് ചോദിച്ചതാ. അങ്ങനൊന്നുമില്ല. ഇത്രയും രാത്രിയായിട്ടും പൂജ എന്താ ഇങ്ങ് വീട്ടിൽ എത്താത്തെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. എന്താ പൂജയോ? എന്തിനാ ഇത്ര ആശ്ചര്യം? അത് എപ്പോഴും തയ്യത്തക്ക തിത്തിത്തൈ എന്നൊക്കെ വിളിക്കുന്ന ഏട്ടൻ പൂജ എന്ന് സ്വാതന്ത്ര്യത്തോടൊക്കെ വിളിക്കുന്ന കേട്ടപ്പോ. പൂർണ്ണി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. സ്വന്തം ആളുകളെ മാത്രമേ നമ്മൾ പേര് വിളിക്കാറുള്ളൂ. അവള് ഈ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയല്ലേ? അപ്പോ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവണ്ടേ? റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം. ജഗത്, എനിക്കാകെ ടെൻഷൻ ആവുന്നടാ. പൂജ ഇതുവരെയും ഇത്രയും ലേറ്റായിട്ട് വന്നിട്ടില്ല. ഒന്ന് പോയി നോക്കിയിട്ട് വാടാ. അമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അവൾ ഇതിനു മുമ്പ് ലേറ്റ് ആയിട്ടൊക്കെ എത്തിയിട്ടില്ലേ? ഇങ്ങ് വന്നോളും. അങ്ങനെ എപ്പോഴെങ്കിലും വന്നോളൂ എന്ന് പറയാൻ അവൾ എവിടെയെങ്കിലും ഉള്ളതല്ല. ഇവിടുത്തെ കുട്ടിയാ, നമ്മുടെ കൂടെയുള്ള കുട്ടി. അവൾക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടി, പരിചയമുള്ളവർക്ക് വേണ്ടി പോലും അവൾ ഏതറ്റം വരെയും പോകും. അതേത് സാഹചര്യത്തിലായാലും ശരി. നമ്മളോടൊപ്പം താമസിച്ച് നമ്മളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുന്ന ഒരാൾക്ക് വേണ്ടി ആശങ്കപ്പെടുന്നതിൽ എന്താണ് തെറ്റ്?
ഞാൻ നിനക്ക് ആഹാരം തന്നുകൊണ്ടിരുന്നപ്പോ ആന്റി എന്റെ അമ്മ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തുള്ളപ്പോ ഒരമ്മയുടെ സ്നേഹം അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി. ആണത് അമ്മ ആരാണെന്ന് അറിയാതെ, സ്വയം ആരാണെന്നോ എന്താണെന്നോ അറിയാതെ. എടാ, പൂജ പുറത്തേക്ക് പോയാലും ഇത്രയും വൈകിയൊന്നും തിരികെ വരാതിരുന്നിട്ടേ ഇല്ല. ഈ സമയം വരെ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് ഓർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്നും പറ്റില്ല അമ്മേ, അവള് വന്നോളും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മുമ്പൊരു ദിവസം ആ അപൂർവം ഉണ്ടാക്കിയ കുരുക്കിൽ പെട്ട് ചെയ്യാത്ത തെറ്റിന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വച്ചില്ലേ? അതല്ലാതെ കഴിഞ്ഞ ദിവസം ആ അപൂർവയുടെ വീട്ടിൽ പോയിട്ട് അവരോട് വഴക്കുണ്ടാക്കി. എന്താ ആ വീട്ടിൽ പോയെന്നോ? എന്തിന്? അപൂർവയുടെ ഭർത്താവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ എന്നെ ഒന്നിപ്പിക്കണമെന്ന് പറയാൻ പോയത്. ആ തീത്തക്കേക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരിക്കും പറഞ്ഞോ അവള് വന്നേ പിന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അവള് പോവാണെന്ന് പറഞ്ഞപ്പോ തടയാതിരുന്ന എന്താ അമ്മേ? അവള് പോയ കാര്യം എനിക്കറിയില്ലായിരുന്നുടാ. പോയി വന്നതിന് ശേഷം അറിഞ്ഞത്. എനിക്കെന്തോ ആ അപൂർവ തന്നെ പൂജ എന്തെങ്കിലും ചെയ്തു കാണുമെന്നാ തോന്നുന്നത്. എനിക്കും അതേ സംശയം തന്നെയാ ഉള്ളത്. ആ അപൂർവയെ എതിർത്ത് സംസാരിച്ച പിന്നെ അവരൊരു മര്യാദയും കാണിക്കാൻ സാധ്യതയില്ല. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല അമ്മേ. അങ്ങനെയല്ല മോനെ. അനാവശ്യമായ കാര്യങ്ങൾ തലയിടുന്നത് അവളിപ്പോ സ്ഥിരമാക്കിയിരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അവള് തന്നെ തിരിച്ചറിയട്ടെ. ഇവരോടിപ്പോ എന്താ പറയാ? ഇങ്ങോട്ട് നോക്കും മോനെ. ഇത്രയും നേരമായിട്ടും വീട്ടിൽ വരാത്തത് കൊണ്ട് അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ടതും പേടിക്കേണ്ടതും ഒക്കെ അവളാണ്. മനുഷ്യനെ പറ്റിയും മനുഷ്യത്വത്തെ പറ്റിയും എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രകൃതമാണ് ആ സ്ത്രീക്ക്. അവരുടെ ഒരു രീതി അനുസരിച്ച് ചുറ്റുമുള്ളവരെയെല്ലാം ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഉപദ്രവിക്കുന്ന സ്വഭാവം. അവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ളവരുടെ വേദനയിൽ അവരെ രസം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവരൊരു മനുഷ്യ സ്ത്രീയല്ല, മനുഷ്യ രൂപത്തിലുള്ള രാക്ഷസി. ചെടിയിൽ നിന്നും പോയിരുത്ത് മാറ്റുന്ന ലാഘവത്തോടെ അവരൊരു ജീവൻ തന്നെ എടുത്തു കളയും. ഏട്ടാ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് എനിക്കും എന്തോ പേടി തോന്നുന്നു. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. എന്റെ കുടുംബത്തിന്റെ നേരെ അവര് കൈവയ്ക്കാൻ ശ്രമിച്ച എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവിടെയുള്ള ഒരു ഈച്ച പോലും ബാക്കി വരാത്ത രീതിയിൽ എല്ലാത്തിനും ഞാൻ തീർത്തു കളയും. ആ കുട്ടിയുടെ നേരെ ഒരു ചെറു വിരൽ അനക്കിയാൽ ഇതുവരെ സമാധാനമായിട്ടിരിക്കുന്ന ജഗത്തിനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ജഗത്തിനെ അവർ കാണും. ശരി, അവൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കൊണ്ടുവരാം. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട.
ഡാ അണ്ണാ അവൾക്ക് ബോധം തെളിഞ്ഞു നോക്കടാ. ശരിയാണോ? ഉം. ഏയ്, നിന്നെ നാണമില്ലേ നിങ്ങക്ക്? ഇത്രയും തടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ചെറിയ പെണ്ണിന്റെ നടി കൊണ്ടപ്പോ വീണല്ലേ? അതവൾ കുപ്പിയെടുത്ത് തലയ്ക്കടിച്ചത് കൊണ്ട് പറ്റിയതാണ് മാഡം. മിണ്ടരുത് നീ. ഇപ്പൊ മനസ്സിലായോ നിനക്ക് അവളുടെ സാമർത്ഥ്യം എന്താന്ന്? മനസ്സിലായി മാഡം. ജാഗ്രത ഉണ്ടാവണം. ശരി ശരി മാഡം. മാഡം.